പാലക്കാട് ലയൺസ് ക്ലബ്ബും പാലക്കാട് ഫോർട്ട് ടൗൺ ലയൺസ് ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന സൗജന്യ കൃത്രിമ കാൽ വിതരണ ക്യാമ്പ് തുടരുന്നു. ഇതിനോടകം 6 പേർക്ക് കാൽ നൽകി. 300 പേർ രജിസ്റ്റർ ചെയ്തതായി ഭാരവാഹികൾ അറിയിച്ചു. ഒരു മരുന്ന് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഡയപ്പർ കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലുപരി ആ വ്യക്തി ആ സമൂഹത്തിൽ നിന്നും ഒരു കാലില്ലാതെ നഷ്ടപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചലനശേഷി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയാ, മൊത്തത്തിൽ അവർ ജീവിതത്തിന്റെ താളം തരുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും വ്യത്യസ്തമായി അവർക്ക് ഒരു ജീവിതം കൊടുക്കുന്ന അത്രയും വലിയൊരു പുണ്യകർമ്മമാണ് ലയൺസ് പ്രസ്ഥാനത്തിന്റെ കെയർ ഓഫ് ലീഫിന്റെ പാലക്കാട് ഫോർട്ട് ടൗൺ ക്ലബ്ബ് നടത്തുന്നത്. വളരെ സന്തോഷമുണ്ട്. ഒരു റീജൻ ചെയർമാൻ എന്ന നിലയിൽ, റീജൻ ചെയർമാന്റെ ക്ലബ് എന്ന നിലയിൽ അതിന്റെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന അതിന്റെ എല്ലാ പ്രവർത്തകർക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ തന്നെ അവരെ അഭിനന്ദിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇപ്പോൾ നമ്മൾ നടത്തുന്നത്. ലയൺസ് ക്ലബ് ഓഫ് പാലക്കാട് പാം സിറ്റി ഭാരവാഹികൾ ക്യാമ്പ് സന്ദർശിച്ചു. കാലിക്കറ്റ് ബൈപ്പാസ് റോഡിൽ മണലി ഇന്ത്യൻ ഓയിൽ കമ്പനിക്ക് പിറകിലെ ലയൺസ് ക്ലബ് ആസ്ഥാന മന്ദിരത്തിലാണ് ക്യാമ്പ് നടക്കുന്നത്. കഴിഞ്ഞ 28 വർഷമായി മുടങ്ങാതെ നടത്തിവരുന്ന ഈ ജീവകാരുണ്യ പദ്ധതിയിലൂടെ 10,000-ലധികം പേർക്ക് സൗജന്യമായി കൃത്രിമ കാൽ വിതരണം ചെയ്യാൻ കഴിഞ്ഞതായി ഭാരവാഹികൾ അറിയിച്ചു. 8 വയസ്സിൽ വന്ന ഒരു പെൺകുട്ടി, പൊള്ളാച്ചിയിൽ നിന്ന് വന്നുള്ള ഒരു പെൺകുട്ടി, ആ ഒരു ആക്സിഡന്റ് ആയിട്ട് വന്നിട്ട് പെൺകുട്ടി കാൽ വെച്ച് പോയി. ആ ഓരോ വർഷം കഴിയുമ്പോൾ ആ കുട്ടി ഇവിടെ വന്നിരുന്നു. ആ കുട്ടി ഇന്ന് കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ MS PGക്ക് പഠിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ പല ഭാഗത്തും നമുക്കിവിടെ പേഷ്യന്റ് വരുന്നുണ്ട്. പരമാവധി കുറയണമെന്നാണ് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്തായാലും ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂരിലും അവിടെ അടുത്ത് തന്നെ ഇതുപോലെ ഒരു ക്യാമ്പ് ആരംഭിക്കാൻ പോവുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.